കോൺഗ്രസിനുള്ളിലെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങള് തെരുവിലേക്ക് വ്യാപിക്കുന്നതിനിടെ ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് കോൺഗ്രസുകാര് നശിപ്പിക്കില്ലെന്ന പ്രതികരണവുമായി ചാണ്ടിയുമ്മന് എം.എൽ.ഡി. സെക്രട്ടേറിയറ്റിനു മുന്നില് വി.ഡി. സതീശൻ അനുകൂലികള് നടത്തിയ പ്രകടനത്തിനിടെ ഉമ്മൻചാണ്ടിയുടെയും കെ.സി. വേണുഗോപാലിന്റെയും ചിത്രങ്ങള് കീറപ്പെട്ട സാഹചര്യത്തിലാണ് ചാണ്ടിയുമ്മന് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ആവേശത്തിനിടയില് ആരെങ്കിലും ചെയ്തതാവാം ഇതെന്നും ഒരുപക്ഷേ മദ്യം ഉപയോഗിച്ചവര് ആകാം ഇത്തരം പ്രവൃത്തികൾക്ക് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു നേതാവിന്റെയും ഫ്ലക്സ് കീറുന്നതിനോട് തനിക്ക് യോജിപ്പില്ലെന്നും മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള പരസ്യമായ പ്രതിഷേധങ്ങള് ഒഴിവാക്കാമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാർട്ടിക്കുള്ളിലെ ഈ തർക്കങ്ങളെ മറ്റ് രാഷ്ട്രീയ പാർട്ടികള് എരുതിയില് എണ്ണയൊഴിച്ച് വഷളാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ചാണ്ടിയുമ്മൻ ആരോപിച്ചു. കോൺഗ്രസ് നടത്തുന്ന പ്രകടനങ്ങളില് മറ്റു പാർട്ടിക്കാര് അവസരം മുതലെടുത്ത് കയറിക്കൂടുന്നുണ്ടെന്നും അതിനാല് കോൺഗ്രസ് പ്രവർത്തകര് അതീവ ജാഗ്രതയും സംയമനവും പാലിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. യു.ഡി.എഫിലെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന് തങ്ങളുടെ അഭിപ്രായം പറയാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്നും എല്ലാ കക്ഷികളെയും ഒരുമിച്ചു കൊണ്ടുപോകുന്ന മുന്നണിയാണ് യു.ഡി.എഫെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം തിരുവനന്തപുരം നഗരത്തിലും കോഴിക്കോട്ടും വി.ഡി. സതീശനെതിരെ വ്യാപകമായി ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെട്ടത് തർക്കം രൂക്ഷമാകുന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയവർക്ക് മാപ്പില്ല എന്ന തലക്കെട്ടോടെയാണ് തിരുവനന്തപുരത്ത് ഫ്ലെക്സുകൾ ഉയർന്നത്. നേരത്തെ സതീശന് അനുകൂലികള് സ്ഥാപിച്ച നാച്ചുറൽ ചോയ്സ് എന്ന ഫ്ലെക്സിനെ പരിഹസിച്ചുകൊണ്ട് നാച്ചുറൽ എന്നത് വെട്ടി ആർട്ടിഫിഷ്യൽ ചോയ്സിനെ കേരളം തിരിച്ചറിയും എന്നാണ് പുതിയ ഫ്ലെക്സുകളിൽ കുറിച്ചിരിക്കുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കെ.സി. വേണുഗോപാൽ അനുകൂലികളാണ് സതീശനെതിരെയുള്ള ഈ ഫ്ലെക്സ് യുദ്ധത്തിന് പിന്നിലെന്നാണ് സൂചന. കെ.സി. വേണുഗോപാലിന്റെ ചിത്രം നശിപ്പിച്ചതിലുള്ള മറുപടിയായാണ് ഉമ്മൻചാണ്ടിയുടെ ചിത്രം ഉൾപ്പെടുത്തി സതീശനെതിരെയുള്ള വാചകങ്ങളുമായി ഫ്ലെക്സുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. കോഴിക്കോട്ടും സതീശനെതിരെ സമാനമായ രീതിയിൽ പ്രതിഷേധ ഫ്ലെക്സുകൾ ഉയർന്നിട്ടുണ്ട്.